അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട രാവുകളൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ നമുക്കും ഒരിടമുണ്ടാകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൊക്കെ നിങ്ങളെയും നാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നാം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയുടെ അടുക്കൽ മറ്റൊരാളെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഹാനായ മസ്റൂഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബായ തങ്ങൾ ദഖല അലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ അടുക്കൽ വ ഇന്ദി റജുലുൻ ഖായിദുൻ, എൻ്റെ അടുക്കൽ ഒരാൾ ഇരിക്കുകയായിരുന്നു, ഒരു പുരുഷൻ ഇരിക്കുകയായിരുന്നു. ഫസ്തദ്ദ ദാലിക അലൈഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമായി, അത് പ്രയാസമായി. വറഅയ്തു ഗളബ ഫി വജ്ഹി, ഹബീബായ തങ്ങളുടെ മുഖത്ത് ഞാൻ ദേഷ്യം കണ്ടു. ഹബീബായ തങ്ങളുടെ മുഖത്ത് എന്തായി? ദേഷ്യം പ്രകടമായി എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഹബീബായ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആയിഷ ബീവിയുടെ അടുക്കൽ മറ്റാരോ ഇരിക്കുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾക്ക് വിഷമമായി, നബി തങ്ങളുടെ മുഖത്ത് ദേഷ്യം പ്രകടമായി. കാലത്ത് ആ സമയത്ത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫഖുൽതു, പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹു അഖീ മിനർ റളാഅ, ഇത് എന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് നബിയെ എന്ന് പറഞ്ഞു. ഇതെന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് നബിയെ, എന്റെ അടുക്കൽ ഇരിക്കുന്ന എന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. മുലകുടി ബന്ധത്തിലാണെങ്കിലും സ്വന്തം സഹോദരനെ പോലെയാണല്ലോ. അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്ന് പറഞ്ഞ ഇഖ്വതകുന്ന മിനർ റളാഅ, നിങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണെങ്കിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. കാരണം തീർച്ചയായും മുലകുടി ബന്ധം എന്ന് പറയുന്നത് മിനൽ മജാഅത്തി, അത് വിശക്കുമ്പോൾ പാല് കുടിച്ചാലാണ്, വിശക്കുന്ന സമയത്ത് പാല് കുടിച്ചാലാണെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 2 വയസ്സാവുന്നതിന് മുമ്പ് പാലില്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത സമയത്ത്, പാല് മാത്രം കുടിച്ച് വിശപ്പടക്കുന്ന സമയത്ത്, അങ്ങനെ പാലില്ലാത്തൊരു സാഹചര്യത്തിൽ വിശപ്പ് വന്നു, അപ്പൊ മറ്റൊരാളുടെ പാല് കൊടുത്താൽ അങ്ങനെയാണ് മുലകുടി ബന്ധമാവുകയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത്രത്തോളം സൂക്ഷ്മത പുലർത്തണമെന്ന്. അന്യപുരുഷന്മാരോട് ഇടപഴകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനൊരു തെളിവാണിത്. അത് സൂക്ഷിക്കാൻ വേണ്ടി, ഇനി സഹോദരനാണെങ്കിലും മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണെങ്കിലും അവിടെ നമ്മൾ സൂക്ഷ്മത പുലർത്തണമെന്ന് ഹബീബായ തങ്ങൾ പറയാൻ കാരണം, പുരുഷന്മാരുമായി ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് ഹറാമാണ്, തെറ്റാണ്. ഒറ്റയ്ക്ക് ഒരു റൂമിലൊക്കെ ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനും ഇരിക്കുകയാണെങ്കിൽ അവിടെ മൂന്നാമതായിട്ട് വരുന്നത് പിശാചാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വഴി തെറ്റിപ്പിക്കാനും അവിടെ സംശയങ്ങൾക്ക് ഇടവരുത്താനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്യപുരുഷന്മാരുമായിട്ട് ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഹബീബായ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്, അത് ഭർത്താവിന്റെ കുടുംബക്കാരാണെങ്കിലോ നബിയെ എന്ന് ചോദിക്കുന്നുണ്ട്. ഭർത്താവിന്റെ കുടുംബക്കാരുടെ എടുത്തിരിക്കാൻ അവരുമായി ഇടപെടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ സമയത്ത് ഭർത്താവിന്റെ കുടുംബക്കാര് മരണത്തിന് തുല്യമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെയും നമ്മൾ എന്ത് ചെയ്യരുത്? ഭർത്താവിന്റെ കുടുംബക്കാരും ആണെങ്കിലും അവിടെ ഫിത്ന വരാനും അവിടെ സംശയങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുമായിട്ടും ഇടപഴകരുതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം. പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പല വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ഒരു പ്രശസ്തമായ ഒരു സ്കൂളിൽ, ആ സ്കൂളിന്റെ പുറകുവശത്ത് വാലന്റൈൻസ് ദിനത്തിന്റെ അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് മിങ്കിളായി നിൽക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യം അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിട്ടുണ്ടാകും. ആ സ്കൂളിന്റെ പുറകിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം പ്രണയസല്ലാപം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട് വേദനാജനകമായ നമ്മുടെ ഉമ്മത്തിലെ, നമ്മുടെ സമുദായത്തിലെ മക്കൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷ്മത പുലർത്തണം. ഖുർആൻ പഠിപ്പിക്കാനാണെങ്കിൽ പോലും ഒരു മുതിർന്ന പെൺകുട്ടി, ഒരു പ്രായപൂർത്തിയായ മുതിർന്ന പെൺകുട്ടിയുമായി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. അവിടെ ഫിത്ന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കാനാണെങ്കിൽ പോലും അവിടെ സൂക്ഷ്മത പുലർത്തണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് മുതിർന്ന പെൺകുട്ടികളുമായി ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അവിടെ ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം
ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനും ഒറ്റക്കാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. അവിടെ ഫിത്ന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മത പുലർത്തണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഹറാമായ കാര്യങ്ങളാണ്. അപ്പോ അന്യ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് അത്തരം തെറ്റൊക്കെ നോർമലൈസായി സാധാരണ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുരോഗമനം ഒക്കെ പറഞ്ഞിട്ട് ആളുകൾ നമ്മുടെ സമുദായത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമുദായത്തിന്റെ ഈ മത നിയമങ്ങളൊക്കെ, ഇത് മതത്തിന്റെ നിയമമാണ്. ഈ മത നിയമങ്ങളൊക്കെ ഒരു സൂക്ഷ്മമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയാണ്, അവിടെ ഫിത്നകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. എവിടെയാണെങ്കിലും അന്യപുരുഷന്മാരുമായിട്ട് ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം, അവരുമായിട്ട് ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. എപ്പോഴും അന്യപുരുഷന്മാർക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മറ നമ്മൾ കീപ്പ് ചെയ്യണം, ഒരു അകലം നമ്മൾ കീപ്പ് ചെയ്യണം. അത് ശ്രദ്ധിക്കണം പ്രത്യേകം. അവിടെ ഫിത്ന ഉണ്ടാകാനും അവിടെ സംശയം ജനിപ്പിക്കാനും ഇവിടെ നമ്മുടെ കുടുംബ ബന്ധം തകരാനും പല പ്രശ്നങ്ങളും കുടുംബത്തിനുള്ളിൽ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു മാഫാക്കി നൽകട്ടെ. നമ്മയൊക്കെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഒരുപാട് പേര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ വിജയം നൽകണേ അള്ളാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കാൻ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.